ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാഗാരി റേസ് പ്ലസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണ് അല്ലേ? അപ്പോൾ നിശ്ചയമായും 2024-25 ബഡ്ജറ്റിന്റെ പ്രത്യേകതകൾ അറിയണമല്ലോ. അറിഞ്ഞേ മതിയാകൂ. കൂട്ടുകാരെ, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ 24-25 ബഡ്ജറ്റിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വരവ് ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ സവിശേഷമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി 9 കാര്യങ്ങൾ സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ആ 9 കാര്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആധികാരികമായി പഠിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ അവിടുന്ന് വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഏറ്റവും ആധികാരികതയോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ച് എടുക്കാൻ പോകുന്നു. വീണ്ടും ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാൻ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, 2024-25 കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് 2024 ജൂലൈ 23-നാണ്. ഐ റിപ്പീറ്റ്, 2024 ജൂലൈ 23-നാണ് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്, ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിന് തലേ ദിവസം തന്നെ 2023-24 കാലയളവിലെ സാമ്പത്തിക സർവേയും നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, സർക്കാർ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് പ്രകാരം സർക്കാരിന്റെ ഏറ്റവും വലിയ വരവ് അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകാരെ, ഒരു സംശയവും വേണ്ട, കടം എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വരവ്. അഥവാ സർക്കാർ ഏറ്റവും കൂടുതൽ വരവ് പ്രതീക്ഷിക്കുന്നത് ഏത് ഹെഡിങ്ങിൽ നിന്നാണ് എന്ന് ചോദിച്ചാലും കടം എടുക്കുന്നതിൽ നിന്ന് തന്നെയാണ്, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. പക്ഷേ അവിടെ നിർണായകമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, 2023-24 ഐ റിപ്പീറ്റ് 2023-24, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ്, ഇക്കൊല്ലം 2024-25 അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റ്, 2024-25 ജൂലൈ 23-ന് അവതരിപ്പിച്ച ബഡ്ജറ്റ്, ഈ 3 ബഡ്ജറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം വളരെ ആഴത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. സർക്കാരിന്റെ ഏറ്റവും വലിയ വരവ് ഇപ്പോഴും എന്ത് തന്നെയാണ്, കടം എടുക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിന്റെ തോത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഗണ്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. 34% സർക്കാർ കടം എടുക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്ന ഒരു വരവ് എന്ന് പറയുന്നത്. അതിന്റെ തോത് ഇക്കൊല്ലത്തെ ഇടക്കാല ബഡ്ജറ്റില് 28%, ഇക്കൊല്ലത്തെ ജൂലൈ 23-ന് അവതരിപ്പിച്ച ഫുൾ ബഡ്ജറ്റില് 27% കുറഞ്ഞിട്ടുണ്ട്. വളരെ നിലവാരമുള്ള ഒരു ചോദ്യമാണിത്. ഓർക്കുക, സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം, ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാന മാർഗം, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതി, ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉത്തരം ഇൻകം ടാക്സ് ആണ്. ഒരു പരിധിവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം ഒരു കാലത്ത് അത് കോർപ്പറേറ്റ് ടാക്സ് ആയിരുന്നു. പിന്നീട് അത് GST പ്രബലപ്പെട്ടതോടുകൂടി GST ആയി മാറി. ഇപ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആണ്. കഴിഞ്ഞ വർഷം അതിന്റെ തോത് 15% ഇക്കൊല്ലം 19% കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് GST-യിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വർധനവിനേക്കാൾ കൂടുതൽ സർക്കാരിന് ഇക്കൊല്ലം ഇൻകം ടാക്സിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 15-ൽ നിന്നും 19% ഒരു വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു കൂട്ടുകാരെ ശ്രദ്ധിക്കുക, GST റെസീപ്റ്റ് ആണ്. GST-യിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരവ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം സർക്കാർ പ്രതീക്ഷിച്ചത് 17%. ഇക്കൊല്ലം ഇടക്കാല ബഡ്ജറ്റിൽ, ഇന്ററിം ബഡ്ജറ്റിൽ 18%. കംപ്ലീറ്റ് ബഡ്ജറ്റിൽ അത് 18% തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. കഴിഞ്ഞ വർഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം അത് GST ആയിരുന്നു. സി ദ ഡിഫറൻസ്. ഇക്കൊല്ലം 2024-25 കാലയളവിൽ ഏറ്റവും വലിയ നികുതി വരുമാനം അത് ഇൻകം ടാക്സും, 2023-24 കഴിഞ്ഞ കൊല്ലം ഏറ്റവും വലിയ നികുതി വരുമാനം GST-യുമായിരുന്നു. അപ്പോൾ GST-യിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കുറഞ്ഞോ? ഇല്ല, കൂടുകയാണ് ചെയ്തത്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ഏത് കൂടി എന്നുള്ളതാണ്, ഇൻകം ടാക്സിൽ നിന്നുള്ള വരുമാനത്തിന്റെ തോത് കൂടി എന്നുള്ളതാണ്. GST-യിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 17 എന്നുള്ളത് എത്രയായി, 18 കൂടി, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ ഏത് കൂടി എന്നുള്ളതാണ്, ഇൻകം ടാക്സ് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും GST-യിൽ നിന്നുള്ള വരുമാനത്തിന്റെ തോത് കുറഞ്ഞിട്ടില്ല. കുറഞ്ഞത് കൊണ്ടല്ല അത് 2ാം സ്ഥാനത്തേക്ക്, പ്രത്യേകിച്ച് 2ാമത്തെ നികുതി വരുമാനമായി പിൻനിരയിലേക്ക് വന്നത്. മറിച്ച് GST-യിൽ നിന്നുള്ള വരുമാന വർധനവിനേക്കാൾ വേഗത്തിൽ ഏത് കൂടി എന്നുള്ളതാണ്, ഇൻകം ടാക്സിൽ നിന്നുള്ള വരുമാനം കൂടി
കൂടി എന്നുള്ളതാണ്. അടുത്തത് കോർപ്പറേഷൻ ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്. അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് 2023-24 കാലയളവിൽ 15%. 24-25 ആകുമ്പോഴേക്കും അത് 17% എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കുക, നോൺ ടാക്സ് റെസീപ്റ്റ് ആണ്. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നോൺ ടാക്സ് റെസീപ്റ്റ് നികുതി ഇതര വരുമാനങ്ങൾ അല്ലെ, കറൻസി നോട്ട്, അതുപോലെ കോയിൻ എന്നിവ പ്രിന്റ് ചെയ്യുന്നതിലൂടെ സർക്കാർ ലഭിക്കുന്ന വരുമാനം, അതുപോലെ എസ്റ്റേറ്റ് അല്ലെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ അനന്തരാവകാശികളൊന്നും തന്നെ ഇല്ലാതെ മരണപ്പെടുന്ന വ്യക്തികളുടെ സ്വത്ത് വകകളും ബാങ്ക് നിക്ഷേപവും ഒക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിലൂടെ, അങ്ങനെ കണ്ടുകിട്ടുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം, എസ്റ്റേറ്റ്, ഇതെല്ലാം ഒരു നികുതി ഇതര നോൺ ടാക്സ് റെസീപ്റ്റിന് ഉദാഹരണമാണ്. അതുപോലെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലെ. ആ സേവനങ്ങൾ ചെയ്തു തരുന്നതിന് നിങ്ങളിൽ നിന്നും ഗവൺമെന്റിന് നിങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ആ സേവനങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതിന് നിങ്ങളിൽ നിന്നും ഈടാക്കുന്ന ചാർജ് ഉണ്ട്, ഫീസ് ഉണ്ട്, പെനാൽറ്റി ഉണ്ട്. അങ്ങനെ കിട്ടുന്ന നികുതി ഇതര വരുമാനങ്ങളുണ്ട്. പിന്നെയും നമുക്ക് പറയാൻ സാധിക്കും എന്താണ്, സ്പെഷ്യൽ അസസ്മെന്റ്, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിലെ ജനങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും സേവനങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ആ ജനങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് കിട്ടിയതിന്റെ പേരിൽ ആ വ്യക്തികളിൽ നിന്നും ഒരു പ്രത്യേക ചാർജ് ഈടാക്കാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരത്തിൽ അതുപോലെ തന്നെ സർക്കാരിന്റെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരസ്യ വരുമാനം നമുക്ക് ഇവിടെ നോൺ ടാക്സ് റെസീപ്റ്റിൽ നിന്നും ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഒരുപാട് സ്രോതസ്സുകൾ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പകൾക്ക് സംസ്ഥാനങ്ങൾ തിരിച്ചടയ്ക്കുന്ന പലിശ, ഇതെല്ലാം തന്നെ നികുതി ഇതര വരുമാനങ്ങൾക്ക് ഉദാഹരണമാണ്. അത്തരത്തിൽ കഴിഞ്ഞ വർഷം 2023-24 കാലയളവിൽ ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിന്റെ തോത് 6%. ഇത്തവണ ഇടക്കാല ബഡ്ജറ്റിൽ അത് 7%, ഫുൾ ബഡ്ജറ്റിൽ 9% എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി, പ്രൊഡക്ഷൻ ടാക്സ്, കൂട്ടുകാരെ, മിക്ക ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും എക്സൈസ് ഡ്യൂട്ടി GST-യിൽ ലയിപ്പിക്കുന്നതോടുകൂടി GST ഇപ്പോൾ പ്രബലപ്പെടുകയും എക്സൈസ് ഡ്യൂട്ടി അതല്ലെങ്കിൽ മറ്റ് ഇൻഡയറക്ട് ടാക്സുകൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ദുർബലമാകുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 24-25 കാലയളവിലേക്ക് ആകുമ്പോഴേക്കും കുറയുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത്. 7% എന്നുള്ളത് 5% കുറയുന്നു. ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, കൂട്ടുകാരെ, ഒരു ഫ്ലാറ്റ് ആയിട്ട് 4% തുടരുകയാണ്. ദെൻ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്, കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, ഓഹരികൾ, മറ്റു വസ്തുവകകൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം, അതുപോലെ തന്നെ കേന്ദ്രം സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന വായ്പകൾ തിരിച്ച് സംസ്ഥാനങ്ങൾ അടയ്ക്കുന്നതിലൂടെ റിക്കവറി ഓഫ് ലോണിലൂടെയും ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെയും ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കഴിഞ്ഞ വർഷം 2% ഇക്കൊല്ലം 1% കുറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് ഗണ്യമായി ഇപ്പോൾ വരുന്ന വർഷങ്ങളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ വരുമാന വർധനം എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 2 ബഡ്ജറ്റിലും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ പണം എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. 1.25 ലക്ഷം കോടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് 50,000-60,000 കോടി മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫിഗറിൽ നിന്നും സർക്കാരിന്റെ ഏറ്റവും വലിയ വരവ് നമ്മൾ മനസ്സിലാക്കി. ഇൻകം എന്നല്ല, റെസീപ്റ്റ്, വരവ്. അപ്പോൾ ആ വരവ്, അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് കടം എടുക്കുന്നതാണ്. ദാറ്റ് ഇന്റേണൽ ബോറോയിങ്സ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ബോറോയിങ്സ് ഉണ്ട്. RBI നിന്നും കടമെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്നവയുണ്ട്, കടപ്പത്രങ്ങൾ മുഖേന വായ്പ എടുക്കുന്നവയുണ്ട്. അങ്ങനെ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ്. അതാണ് കഴിഞ്ഞ വർഷം വരെ ഇക്കൊല്ലവും ഏറ്റവും വലിയ വരവ് എന്ന് പറയുന്നത്. അതിന്റെ തോത് കഴിഞ്ഞ വർഷം വരെ 34 34% ഇക്കൊല്ലം ഇടക്കാല ബഡ്ജറ്റിൽ 28%, ഫുൾ ബഡ്ജറ്റിൽ 27% എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, ഇൻകം ടാക്സ് സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം, ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാന മാർഗം, ഏറ്റവും വലിയ ഡയറക്റ്റ് ടാക്സ്. കഴിഞ്ഞ കൊല്ലം അതിന്റെ തോത് 15% ഇത്തവണ 19% കൂടിയിട്ടുണ്ട് ഇടക്കാല ബഡ്ജറ്റിലും 24-25 ഫുൾ ബഡ്ജറ്റിലും. ദെൻ GST ആണ് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ നികുതി വരുമാനം, ഇക്കൊല്ലം രണ്ടാമത്തെ നികുതി വരുമാനം, ഏറ്റവും വലിയ മൂന്നാമത്തെ വരുമാന മാർഗം, ഏറ്റവും വലിയ പരോക്ഷ നികുതി. ആസ് യൂഷ്വൽ GST തന്നെയാണ്. GSTയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് ഇപ്പോൾ രണ്ടാമത്തെ നികുതി വരുമാനമായി
രണ്ടാമതെത്തിയപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് GST നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കുറയുകയാണ് ചെയ്തത്. ഒരിക്കലുമല്ല. GST നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കൂടുകയാണ് ചെയ്തത്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ ഏത് കൂടി എന്നുള്ളതാണ്, ഇൻകം ടാക്സ് കൂടി എന്നുള്ളതാണ്. ദെൻ കോർപ്പറേഷൻ ടാക്സ് ആണ്. കമ്പനികൾ അവരുടെ ലാഭത്തിൽ നിന്നും കൊടുക്കുന്ന നികുതി വിഹിതം അത് 15 നിന്ന് 17 കൂടിയിട്ടുണ്ട്. നോൺ ടാക്സ് റെസീപ്റ്റ്, നികുതി ഇതര വരുമാനങ്ങൾ അത് 6% 7%, 9%. ഇടക്കാല ബഡ്ജറ്റിൽ 7%, ഫുൾ ബഡ്ജറ്റിൽ 9% കൂടിയിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി 7 5% കുറയുകയാണ് ചെയ്തത്. കസ്റ്റംസ് ഡ്യൂട്ടി ഇറ്റ് ഈസ് റിമൈനിങ് അറ്റ് 4%. ദെൻ ലാസ്റ്റ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് 2% ഇടക്കാല ബഡ്ജറ്റിലും ഫുൾ ബഡ്ജറ്റിലും 1% എന്ത് ചെയ്തിട്ടുണ്ട്, കുറയുകയാണ് ചെയ്തത്. ഇനി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചെലവുകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. കൂട്ടുകാരെ, പരമ്പരാഗതമായി സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് അത് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, പലിശ അടവാണ്. പലിശ അടവ് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് അത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്, അതായത് വാങ്ങിയ കടങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പലിശ എന്ന് പറയുന്നത്. പക്ഷെ ഇക്കൊല്ലം അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം ഏറ്റവും വലിയ ഒരു എക്സ്പെൻസ് ആയിട്ട് അവർ കാണിക്കുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതമാണ്. സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. കൂട്ടുകാരെ, അതിന്റെ ഒരു പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷം 2023-24 കാലയളവിൽ 18% ആയിരുന്നത് ഇടക്കാല ബഡ്ജറ്റിൽ 20%, ഇക്കൊല്ലം 2024-25 ഫുൾ ബഡ്ജറ്റിൽ 21% എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 24-25 കാലയളവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ ഐറ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഇറ്റ് ഹസ് ബീൻ റേസ്ഡ് ടു 21%. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പരമ്പരാഗതമായി ഏറ്റവും വലിയ ചെലവെന്ന് പറയുന്നത് അത് പലിശ അടവായിരുന്നു, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരുന്നു. അതിന്റെ തോത് എന്ന് പറയുന്നത് 2023-24 കാലയളവിൽ 20% ആയിരുന്നത് 24-25 ഇടക്കാല ബഡ്ജറ്റിൽ ഇറ്റ് ഈസ് റിമൈനിങ് ദ സെയിം 20%. ബട്ട് 2024-25 ഫുൾ ബഡ്ജറ്റ് ആകുമ്പോഴേക്കും അതിന്റെ തോത് 19% കുറയുകയാണ് ചെയ്തത്. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ. സോ പലിശ അടവ് 20 ആയിരുന്നത് 19% എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് സ്വാഭാവികം മാത്രം. കാരണം അവര് 34% കടം എടുത്തിരുന്നത് ഇപ്പോൾ 28-ഉം 27-ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടയ്ക്കാൻ പോകുന്ന പലിശ അടവും ഭാവിയിൽ എന്ത് ചെയ്യും, അത് കുറയുക തന്നെ ചെയ്യും. ഓക്കെ, അത് സ്വാഭാവികമാണ്. അടുത്തത് സെൻട്രൽ സെക്ടർ സ്കീംസ് 17% ആയിരുന്നത് 16% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ, അതായത് ധനകാര്യ കമ്മീഷൻ പറയുന്ന ശുപാർശ മൂലം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൊടുക്കുന്ന ഒരു വിഹിതം എന്ന് പറയുന്നത് 9% ആയിരുന്നത് 8%, അതുപോലെ തന്നെ ഇടക്കാല ബഡ്ജറ്റിലായിരുന്നു 8%, ഫുൾ ബഡ്ജറ്റിൽ വീണ്ടും 9% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട് കൂട്ടുകാരെ. അപ്പോൾ കേരള ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കേരള ബഡ്ജറ്റ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ കേരള ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ വരവ് റെസീപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം, അതായത് ഈ 21% ഒരു ഭാഗമാണല്ലോ കേരളത്തിന് കിട്ടുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം ലഭിക്കുന്ന വിഹിതം, ദിസ് 9%, അതിന്റെ ഒരു വിഹിതം ഉണ്ടല്ലോ കേരളത്തിന് ലഭിക്കുന്നത്, അതും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ബഡ്ജറ്റിൽ നിന്നും ഡയറക്ട്ലി ഈ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നേരിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, രണ്ട് ഈ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് എന്ന ഹെഡിങ്ങിൽ പറയുന്ന ഈ 9%. സോ ഈ ബഡ്ജറ്റിൽ ഡയറക്ട്ലി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് പോകുന്ന ഒരു വിഹിതം എന്ന് പറയുന്നത് 21%, 9%, 30%. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടായിട്ടാണ് കേരള ബഡ്ജറ്റിൽ കാണുന്നത്. കേരള ബഡ്ജറ്റിൽ റെസീറ്റ് എടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം ഇത്ര കോടി രൂപയും കാണിക്കുന്നുണ്ട്, ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം ലഭിക്കുന്നത് ഇത്ര കോടി രൂപ എന്നും കാണിക്കുന്നുണ്ട്. ഇതിൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം ലഭിക്കുന്ന ഒരു ഷെയർ ആണ് അടുത്ത കാലത്ത് വെട്ടിക്കുറച്ചത്. അതിനെ ചൊല്ലിയാണ് ഒരുപാട് പുകലൊക്കെ ഉണ്ടായതും കേരളം സുപ്രീം കോടതിയിലേക്ക് പോയതും ഓക്കെ. അടുത്തത് ഈ പറഞ്ഞതുപോലെ മറ്റു ചെലവുകളാണ്. 8% ആയിരുന്നത് 9% കൂടിയിട്ടുണ്ട്. ദെൻ
സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ട് ഒരുപാട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അന്ത്യോദയ അന്ന യോജന പോലെയുള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കുന്ന അതിൻ്റെ ഒരു തോത് നിങ്ങൾക്കത് പ്രകടമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൊത്തം ചെലവിൻ്റെ 9% ചിലവാക്കിയിരുന്നത് അതിൻ്റെ ഇപ്പോൾ ചെലവ് 8% ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഫ്ലാറ്റ് 8% ആണ്. ഇക്കൊല്ലം അത് ഏകദേശം 4,54,773 കോടിയോളം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. സബ്സിഡിക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരുന്നതിന്റെ തോതും ഏകദേശം 7 6% എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിർണായകമായ ഒരു 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സബ്സിഡിക്ക് വേണ്ടിയും ചെലവഴിക്കുന്നതിന്റെ ഒരു തോത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറവ് നമുക്ക് കാണാവുന്നതാണ്. വളരെ ഗണ്യമായ ഒരു കുറവ് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫിഗറിൽ എടുക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യില്ല എന്നുണ്ടെങ്കിലും പക്ഷെ പെർസെൻറ്റേജ് വൈസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ 9% ചെലവാക്കിയിരുന്നത് ഇപ്പോൾ 8% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സിഡിക്ക് വേണ്ടി 7% ചെലവാക്കിയിരുന്നത് 6% കുറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായ ഒരു കുറവ് ഇവിടെ കാണാവുന്നതാണ്. പെൻഷന് വേണ്ടി ചെലവാക്കുന്നത് ഇപ്പോൾ എത്രയാണ്? ഫ്ലാറ്റ് കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും ഒക്കെ എത്രയാണ്? 4% ആണ്. അപ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് പരമ്പരാഗതമായി അത് പലിശ അടവായിരുന്നു. ഇക്കൊല്ലം അത് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1ാം സ്ഥാനത്തേക്ക് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതമാണ്. ഇതിന്റെ തോത് ഇക്കൊല്ലം പൂർണ്ണ ബഡ്ജറ്റിൽ 21% കഴിഞ്ഞ വർഷം 18 ഇടക്കാല ബഡ്ജറ്റിൽ 20 കൂട്ടുകാരെ, ഈ 21 പുറമെ, അതായത് ഇക്കൊല്ലം പൂർണ്ണ ബഡ്ജറ്റിൽ പറയുന്ന 21% പുറമെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്ന മറ്റൊരു വിഹിതമാണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം ലഭിക്കുന്ന ഈ ഒരു 9%. അപ്പൊ 21, 9, 30 നേരിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിഹിതമാണ്. ഇതിൽ കേരളത്തിന്റെ ഒരു ഷെയർ ഇപ്പൊ കുറച്ചത് വലിയ പുകിലായിരിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മൂലം ലഭിക്കുന്ന ഒരു ഷെയർ ആണ്. അതിപ്പോ അടുത്ത കാലത്തായി കുറച്ചിരിക്കുന്നത്. നോക്കുക, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടവ് കഴിഞ്ഞ വർഷം വരെ ഏറ്റവും വലിയ ചെലവ് പലിശ അടവായിരുന്നു. അതിന്റെ തോത് 20 ആയിരുന്നു. 24-25 കാലയളവിൽ 20% തന്നെ തുടരുന്നു. എന്നാൽ പൂർണ്ണ ബഡ്ജറ്റ് ആകുമ്പോഴേക്കും അത് 19% കുറഞ്ഞ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ഓർക്കുക, സെൻട്രൽ സെക്ടർ സ്കീംസ് 17, അത് 16% കുറഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റു ചെലവുകൾ 8 ആയിരുന്നത് 9% കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വളരെ വ്യക്തമാണ്. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്ന തുകയുടെ തോതും അതുപോലെ സബ്സിഡിക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ തോതും ഗണ്യമായ ഒരു കുറവ് നമുക്ക് കാണാവുന്നതാണ്. മീൻസ് ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കുന്നത് 9 എന്നുള്ളത് 8 സബ്സിഡിക്ക് വേണ്ടി ചെലവാക്കിയിരുന്നത് 7 എന്നുള്ളത് 6 എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന 8% ഇപ്പോൾ റഫ്ലി അത് ഏകദേശം 4,54,773 കോടിയോളം രൂപ വരുന്നതാണ്. പെൻഷന് വേണ്ടി ചെലവഴിക്കുന്നതാകട്ടെ ഇറ്റ്സ് 4%. കൂട്ടുകാരെ, കേന്ദ്ര ബഡ്ജറ്റിൽ ഊന്നൽ കൊടുക്കുന്ന 4 ജനവിഭാഗങ്ങൾ അത് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് യുവാക്കൾ, അല്ലെ? ഒന്ന് യുവാക്കൾ, യുവജനങ്ങൾ, യൂത്ത്. അതുപോലെ തന്നെ 2 നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകൾ. ഇനി കുട്ടികൾ നിങ്ങൾ പറയരുത്, യുവാക്കൾ, സ്ത്രീകൾ. അതുപോലെ തന്നെ അന്നദാത, കർഷകർ. ദെൻ പാവപ്പെട്ടവർ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേന്ദ്ര സർക്കാർ ഊന്നൽ കൊടുക്കുന്ന 4 ജനവിഭാഗങ്ങൾ ഇവരാണ് പാവപ്പെട്ടവർ. 1 യുവാക്കൾ, 2 സ്ത്രീകൾ, 3 കർഷകർ, 4 പാവപ്പെട്ടവർ. നമ്മളിനി കാണാൻ പോകുന്നത്, വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇതിൽ നിന്നും ചോദിക്കാൻ കൊള്ളാവുന്ന ചില സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. അത് നമുക്കൊന്ന് വളരെ ആഴത്തിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, കൂടാതെ നിങ്ങൾക്കറിയാവുന്നതാണ് സഹകാരി റേസ് പ്ലസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഓൺലൈൻ മേഖലയിൽ നിന്ന് കൊണ്ട് മാത്രം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ പരീക്ഷകളിൽ ഇരുത്തിക്കൊണ്ട് വിജയിപ്പിച്ച് അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. സോ SA പരീക്ഷ അഥവാ SI അല്ല SA സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് നിങ്ങളെ ഒരു പടി മുൻപിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക.
അവിടെ ഷ്യാം സാർ നയിക്കുന്ന വെബിനാർ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങളുടെ ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാണ്, ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും, നിങ്ങളെ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്, വെറുതെ നിങ്ങൾക്കൊരു കോഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എപ്പോഴെങ്കിലും കാണാനും പഠിക്കാനും പറ്റുന്ന ഒരു തരത്തിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതോ നിങ്ങളുടെ പിറകെ നടന്ന് നിങ്ങൾ പഠിച്ചോ എന്ന് തിരക്കി നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു സ്ഥാപനമാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഈ വെബിനാറിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ നിങ്ങൾ ഈ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക, നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിന്റെ പേര് SA എന്നുള്ള കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. ഓക്കെ, സോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുകയാണ്. വാട്ട് ഈസ് ദ പ്രൊജക്റ്റഡ് GST റെസീപ്റ്റ് ഫോർ 2024-25? കൂട്ടുകാരെ 17, 18, 19, 20%. ഒരു സംശയവും വേണ്ട. GST നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് എന്ന് പറയുന്നത് 17 അല്ല 18%. കഴിഞ്ഞ വർഷമാണ് 17 ആയിരുന്നത്. ഇക്കൊല്ലം അതിന്റെ തോത് 18%. ഓക്കെ, ഹയസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ 2023-24 among the following is income tax, corporation tax, borrowings and the liabilities, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. കൂട്ടുകാരെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വരവ്. ആ വരവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് കൂട്ടുകാരെ ശ്രദ്ധിക്കുക? ബോറോയിങ്സ് ആൻഡ് ദ ലൈബിലിറ്റീസ് അല്ലെ, കടം എടുക്കുന്നതിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ വരവ് ഗവൺമെന്റിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ തോത് കഴിഞ്ഞ വർഷം വരെ 34% എന്നാൽ ഇപ്പോൾ അത് 27% എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ പ്രൊജക്റ്റഡ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ടു ദ സ്റ്റേറ്റ്സ്? കൂട്ടുകാരെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതി വിഹിതത്തിന്റെ ഷെയർ സർക്കാരിന്റെ മൊത്തം ചെലവിന്റെ എത്ര ശതമാനം വരും എന്നുള്ളതാണ് ചോദ്യം. 18, 20, 21, 22%. ഓക്കെ, ഇതിന്റെ ഉത്തരം 21%. അപ്പോൾ MCQ വന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. MCQ വരും. നിങ്ങൾ ആ ചോദ്യമൊക്കെ കണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാവൂ, ക്ലാസ് അവസാനിപ്പിക്കാവൂ. അപ്പൊ മറക്കണ്ട, നമ്മുടെ മെത്തേഡ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ മെസ്സേജ് അയക്കുക. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ താമസിക്കുന്ന ജില്ല, അതുപോലെ തന്നെ കോഴ്സിന്റെ പേര് SA. ഏത് കോഴ്സാണ്? SA, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്. അത് കൃത്യമായിട്ട് അയക്കുക. നിങ്ങൾ വെബിനാറിൽ പങ്കെടുക്കുക. സോ അടുത്തത് കാണാൻ നമുക്ക് വാട്ട് ഈസ് ദ പ്രൊജക്റ്റഡ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ടു ദ സ്റ്റേറ്റ്സ്? അത് 21%. അടുത്തത് വിച്ച് എക്സ്പെൻഡിച്ചർ കാറ്റഗറി ഹാസ് ദ ലോവസ്റ്റ് അലോക്കേഷൻ ഫോർ 2024-25? കൂട്ടുകാരെ ഏറ്റവും കുറവ് മാത്രം, അതായത് സർക്കാരിന്റെ ചെലവ് പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വകയിരുത്തിയിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഏതിനാണ് എന്നുള്ളതാണ്. പെൻഷൻ, സബ്സിഡി, പ്രതിരോധം, ഡിഫൻസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടവ്. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും. പെൻഷനാണ്. അത് എത്രയാണ്? മൊത്തം ചെലവിന്റെ വെറും 4%. അടുത്തത് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് ദ ട്രെൻഡ് ഇൻ ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫ്രം 2023-24 ടു 24-25? അവിടെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് എത്രയാണ്? മീൻസ് അത് കൂടുകയാണോ കുറയുകയാണോ? പലിശ അടവ് അത് 2023-24 കാലയളവ് കമ്പയർ ചെയ്യുന്ന സമയത്ത് 24-25 കാലയളവിൽ പലിശ അടവിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ തോത് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കൂട്ടുകാരെ ദ ട്രെൻഡ് കാണിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഡിക്രീസിങ്. ഓക്കെ, അടുത്തിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ കൂട്ടുകാർ. വിച്ച് ഓഫ് ദിസ് ഹാസ് കൺസിസ്റ്റന്റ് അലോക്കേഷൻ അക്രോസ് ഓൾ ഇയേഴ്സ്? ഡിഫൻസ്, സെൻട്രൽ സെക്ടർ സ്കീംസ്, ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്, സബ്സിഡി. അതായത് ഇതിൽ ഏതിലാണ് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷവും ഇക്കൊർഷവും ഒക്കെ എന്താണ് ചെലവഴിക്കുന്ന തുകയുടെ തോത് ഏകദേശം ഒരുപോലെ പോകുന്നത് എന്നുള്ളതാണ്. സെൻട്രൽ സെക്ടർ സ്കീംസ് അത് കുറയുകയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് അതിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സബ്സിഡി അതിന്റെ ട്രെൻഡും കുറയുകയാണ് ചെയ്തത്. എന്നാൽ പ്രതിരോധം ഇറ്റ് ഈസ് റിമെയിൻ ഇൻ ദ സെയിം 8%. സോ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 4,54,773 കോടി രൂപയാണ് പ്രതിരോധത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത്. കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൊജക്റ്റഡ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് ഫോർ 2024-25? വളരെ വ്യക്തമാണ്. എന്താണ്? ബാധ്യത ഇല്ലാത്ത മൂലധന വരവുകളിൽ നിന്നും, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവ് എത്ര ശതമാനമാണ്? കൂട്ടുകാരെ 2%, 1, 3, 0%. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കുറയുകയാണ്. ആക്ച്വലി കഴിഞ്ഞ 2 ബഡ്ജറ്റിലും
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയിലൂടെ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊരു തുക കിട്ടിയിട്ടില്ല. സോ ഇത്തവണയും നമ്മൾ അത്ര തുക പ്രതീക്ഷിക്കുന്നില്ല. ഇറ്റ് ഈസ് ലെസ് ദാൻ 2%, ടു ബി പ്രിസൈസ് 1%. ഓക്കെ, ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, കസ്റ്റംസ് ഡ്യൂട്ടി റെസിപ്റ്റ്സ് റിമെയിൻ കോൺസ്റ്റന്റ് അക്രോസ് ദീസ് ഇയേഴ്സ് അറ്റ് 3%, 4%, 5%, 6%. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉത്തരം പറയാം. എത്രയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത്? ഇറ്റ് ഈസ് റിമൈനിങ് അറ്റ് 4%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Consider the following statement regarding receipts and borrowings. Borrowings and other liabilities are projected to decrease consistently from 2023-24 to 24-25. Income tax receipts are projected to increase from 15% in 23-24 to 19% in 24-25. Customs duty receipts are projected to increase from 4% in 2023-24 to 5% in 2024-25. Which of the above statements are correct? 1 and 2 only, 2 only, 1, 2 and 3, 1 and 3 only. കൂട്ടുകാരെ, കടമെടുക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറയുകയാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇൻകം ടാക്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 15 ആയിരുന്നത് 19 കൂടുന്നുണ്ടെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 4% നിന്നും 5% കൂടുന്നുണ്ടെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരല്പം തെറ്റുണ്ട്. എന്താണല്ലേ തെറ്റ്? കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് നമ്മൾ പറഞ്ഞ ആ ടേബിളിൽ 3 വർഷവും 23-24, 24-25 ഇടക്കാല ബഡ്ജറ്റിലും 24-25 ഫുൾ ബഡ്ജറ്റിലും എത്ര തന്നെയാണ് കാണിക്കുന്നത്? 4% തന്നെയാണ് കാണിക്കുന്നത്. സോ ഇതിൽ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ശരി ഉത്തരം 1 and 2 only. മറ്റേത് കടമെടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കുറയുന്നു, ശരിയാണ്. ഇൻകം ടാക്സ്, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് കൂടുന്നുണ്ട്, 15 നിന്നുള്ളത് 19 കൂടിയിട്ടുണ്ട്. ഇത് രണ്ട് കറക്റ്റ് ആണ്. അടുത്ത നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഇറ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് ബിറ്റ്വീൻ 2023-24 and the first projection for 24-25. Okay, but it is tend to decrease in the revised estimate or in the full budget of 2024-25. It is tend to decreasing. Defense expenditure, it is remaining constant at 8% across all projections. Subsidies are projected to increase from 6% in 23-24 to 7% in 24-25. Which of the statements are incorrect? Okay. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സബ്സിഡീസ് ആർ പ്രൊജക്റ്റഡ് ടു ഇൻക്രീസ് ഫ്രം 6% to 23-24 in 23-24 to 7% in 24-25. സബ്സിഡീസ് ആർ ടെൻഡിങ് ടു ഡിക്രീസ്. 7% ആയിരുന്നു ഇറ്റ് വാസ് ഇൻ 23-24 and that decreased to 6% in 2024-25. ഓക്കെ, അപ്പോൾ അത് കുറയുകയാണ് ചെയ്തത്. 6 എന്നുള്ളത് 7 കൂടുകയല്ല, 7 എന്നുള്ളത് 6 കുറയുകയാണ് ചെയ്തത്. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദെൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇറ്റ് ഈസ് റിമൈനിങ് ദ സെയിം 8%. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? വളരെ വ്യക്തമായി മനസ്സിലാക്കുക. 2023-24 കാലയളവിലും 24-25 ഇടക്കാല ബഡ്ജറ്റിലും എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് റിമൈനിങ് ദ സെയിം. ഇപ്പൊ പലിശ അടവിന് വേണ്ടി ചെലവഴിക്കുന്നത് മൊത്തം ചെലവിന്റെ 20%. പക്ഷേ ഇറ്റ് ഈസ് ടെൻ ടു ഡിക്രീസിങ്. 24-25 ഫുൾ ബഡ്ജറ്റ് ആകുമ്പോഴേക്കും അത് 19% എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതങ്ങനെ തന്നെ അല്ലേ? ശരിയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 3 തെറ്റാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. ഉത്തരം 3 only. ബി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൂടാതെ assertion, borrowings and other liabilities are projected to decrease from 34% in 2023-24 to 27% in 2024-25. And the reason we are saying is the government plans to increase revenue generation through tax and non-tax receipt. Okay. Both A and R are true, and the R is the correct explanation of A. And the second statement is saying is that both A and R are true, but R is not the correct explanation of A. And the third statement is A is true, but R is false. And the fourth statement is A is false, but R is true. കൂട്ടുകാരെ, ഒരു സംശയം വേണ്ട. കടമെടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 34 ആയിരുന്നുള്ളത് 27% കുറയുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. ശരിയാണ്.
അതിൻ്റെ കാരണം ഒരു പക്ഷേ എന്തായിരിക്കാം എന്നല്ല, നമ്മൾ കണ്ട ഫിഗറിൽ നിന്നും ഗവൺമെന്റിന് ഇൻകം ടാക്സിൽ നിന്നും GSTയിൽ നിന്നും കോർപ്പറേഷൻ ടാക്സിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. 15% കഴിഞ്ഞ തവണ ഇൻകം ടാക്സ് ആയിരുന്നു, ഇത്തവണ 19% കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ടാക്സ് റെസീപ്റ്റും 6 ഇപ്പോൾ 9% എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പം ടാക്സ് നികുതി വരുമാനത്തിൽ നിന്നും നികുതി ഇതര വരുമാനത്തിൽ നിന്നും ഗവൺമെന്റ് കണ്ടെത്തുന്ന ആ ഒരു ടാക്സ് ബേസ് വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് പുതിയ നികുതി വരുമാന മാർഗങ്ങളിൽ നിന്നും കണ്ടെത്തി ആ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പരിശ്രമിക്കുന്നുണ്ട്. സോ ഒരു സംശയം വേണ്ട, both A and R are true and R is the correct explanation of A. That is the right answer. Okay. Interest payments are projected to decrease slightly in the revised estimate for 2024-25 compared to 2023-24. Revised estimate means full budget of 2024-25. The government aims to reduce the fiscal deficit by limiting its borrowing and liability obligations. Okay, both A and R are true, and R is the correct explanation of A. And the second statement is both A and R are true, but R is not the correct explanation of A. And the third one is A is true, but R is false. And the fourth one is A is false, but R is true. കൂട്ടുകാരെ, പലിശ അടവ് അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ 2023-24 ഇറ്റ് ഈസ് അറ്റ് 20%. 24-25 ഇടക്കാല ബഡ്ജറ്റിൽ അപ്പോഴും 20% പക്ഷേ ഫുൾ ബഡ്ജറ്റ് 24-25 ആകുമ്പോഴേക്കും അതിൻ്റെ തോത് 19% കുറയുന്നുണ്ട്. എന്തായിരിക്കാം കാരണം? ഓൾറെഡി നമ്മൾ കണ്ടു, സർക്കാരിന്റെ വരവ് സർക്കാർ എടുക്കുന്ന സമയത്ത് സർക്കാരിന്റെ മൊത്തം വരവിന്റെ 34% ഒരു കാലത്ത് കടമെടുക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ കടമെടുപ്പിലൂടെ ലഭിച്ചിരുന്നത് അതിന്റെ തോത് ഇപ്പോൾ ഏകദേശം 27%, 28, ഇപ്പോൾ 27% എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. സോ ഭാവിയിൽ അതിനുമേൽ ഉണ്ടാകുന്ന പലിശ അടവിന്റെ ഒരു ഒബ്ലിഗേഷൻ അതെന്ത് ചെയ്യും? കുറയുക തന്നെ ചെയ്യും. സോ the government aims to reduce the fiscal deficit by limiting its borrowing and liability obligations. So അതിന്റെ ഭാഗമായി കടമെടുക്കുന്നതിന്റെ തോത് കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പലിശ അടവും എന്ത് ചെയ്യും? അത് കുറയുക തന്നെ ചെയ്യും. So both A and R are true and R is the correct explanation of A. So A option is right. അത് തന്നെയാണ് ഉത്തരം. കൂടുതൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഡയറക്ട് ടാക്സിൽ നിന്നാണോ ഇൻഡയറക്ട് ടാക്സിൽ നിന്നാണോ? അതായത് പ്രത്യക്ഷ നികുതിയിൽ നിന്നാണോ പരോക്ഷ നികുതിയിൽ നിന്നാണോ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്? യു ക്യാൻ കമ്പയർ. നമുക്കൊന്ന് നോക്കിയാലോ അത്, അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണത്. കൂടാതെ നമുക്ക് ആദ്യം ഇതിൽ തന്നെ ഡയറക്ട് ടാക്സ് ഏതാണ് ഇൻഡയറക്ട് ടാക്സ് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. വളരെ വ്യക്തമാണ്, ഇതിൽ തന്നിരിക്കുന്നതിൽ ഇൻകം ടാക്സ് എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്, അല്ലേ? അതുപോലെ GST ഇൻഡയറക്ട് ടാക്സ് ആണ്, കോർപ്പറേഷൻ ടാക്സ് ഡയറക്ട് ടാക്സ് ആണ്, ദെൻ എക്സൈസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ടാക്സ് ആണ്, കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ, ഇതിൽ ഇൻഡയറക്ട് ടാക്സ് ഏതൊക്കെയാ വരിക? ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് GST ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് നോക്കാം. 24-25 ഫുൾ ബഡ്ജറ്റിൽ GST നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 18%. ദെൻ എക്സൈസ് ഡ്യൂട്ടി ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് it is 5%. Then customs duty ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് it is 4%. You just add it. 18 plus 5 plus 4. 18 plus 5 23. 23 plus 4 it is 27%. So സർക്കാരിന് പരോക്ഷ നികുതിയിൽ നിന്നും അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് എന്ന് പറയുന്നത് it is 27%. ഇതിനേക്കാൾ കൂടുതലാണോ ഡയറക്ട് ടാക്സ് കുറവാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇൻകം ടാക്സ് it is 19%, whereas corporation tax അഥവാ corporate tax it is 17%. You just add it. 19 plus 17 it is 36%. Of course, ഒരു സംശയം വേണ്ട, ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഒരു സംശയം വേണ്ട, അത് ഏത് നികുതിയിൽ നിന്ന് തന്നെയാണ്? പ്രത്യക്ഷ നികുതിയിൽ നിന്നു തന്നെയാണ്. അതിപ്പോ 2024-25 നമ്മൾ കമ്പയർ ചെയ്ത ഫുൾ ബഡ്ജറ്റ്, 23-24 കമ്പയർ ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ. പരോക്ഷ നികുതിയിൽ നിന്നല്ല ഇപ്പോൾ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്, അത് ഡയറക്ട് ടാക്സിൽ നിന്നാണ്, പ്രത്യക്ഷ നികുതിയിൽ നിന്നാണ്. ഇവിടെ ഇൻഡയറക്ട് ടാക്സ് 27% ആയിരുന്നപ്പോൾ പ്രത്യക്ഷ നികുതി ഡയറക്ട് ടാക്സ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് 36% ആയിരുന്നു. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം.
അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കലും വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഭാവി സുനിശ്ചിതവും സുരക്ഷിതവുമായ ഒരിടത്ത് എത്തിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. സോ ഒരിക്കലും മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം. ഇതിൻ്റെ അടുത്ത ഭാഗം അവിടെയായിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റിൽ ഊന്നൽ കൊടുക്കുന്ന, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഊന്നൽ കൊടുക്കുന്ന 9 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ സീ യു ഇൻ പാർട്ട് 2.